ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 23. അപ്പൊ ഇന്നിപ്പോ കാര്യമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് നമ്മുടെ ജാസ്മിൻ ജബ്രികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജബ്രികളുടെ ആ ഒരു ഇഷ്യൂ അതാണ് ഫസ്റ്റ് തന്നെ ഞാൻ നോക്കുമ്പോൾ മലയാളത്തില് എനിക്ക് തോന്നുന്നത് എപ്പിസോഡ്സ് ടി-വിയിൽ കാണിക്കുന്നതിൽ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് രാത്രിയിലെ വിഷ്വലൊക്കെ വെച്ച് അടിയിൽ മലയാളത്തിൽ സബ് ടൈറ്റിലൊക്കെ എഴുതി സംഗതി അവർ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. അതെ, അത് വളരെ വെടിപ്പായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായി. കാരണം അതൊരു കണ്ടന്റ് ഇങ്ങനെ രാത്രികളിൽ മാത്രം 24/7 ലൈവിൽ മാത്രം കറങ്ങിയിരുന്ന ഒരു കണ്ടന്റ് വളരെ കൃത്യമായിട്ട് അത് ആളുകളിലേക്ക് എത്തി. ഓക്കെ, അപ്പൊ അതൊരു സൈഡിൽ അങ്ങനെ നടന്നു പോയിട്ടുണ്ട്. റെസ്റ്റ് ഈസ് അപ് ടു എന്താ പറയാ വ്യൂവേഴ്സ്, നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആ റിലേഷൻ എടുക്കാം, അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ അസസ് ചെയ്യാം എന്നുള്ള രീതിയിൽ വിട്ടു തന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ കണ്ടത് എന്താന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ മുതൽ പവർ ടീമും ക്യാപ്റ്റൻ ജാൻമണി തമ്മിലുള്ള ഒരു സ്നേഹമാണോ അല്ല, എന്നാ വൈരാഗ്യമാണോ അല്ല, നിരാഹാര സമരമാണോ ആണ്, ചായക്ക് വേണ്ടിയാണോ ആണ്, അല്ല ഞാൻ ഫുഡിന് വേണ്ടി ഫൈറ്റ് ഉണ്ടാവാതിരിക്കുന്നില്ല. കാരണം ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സീനും ഫുഡിന് വേണ്ടി ഉണ്ടാവും. പക്ഷെ ജാൻമണിന്റെ ആറ്റിറ്റ്യൂഡ്, ജാൻമണി എന്തോ വലിയ സെലിബ്രിറ്റിയാണ്, വൻ സംഭവമാണ്. ജാൻമണീന്റെ കാലിന്റെ അടിയിൽ റസ്മിൻ ബായി വെറും കോമണറാണ്, അവളെ എന്റെ കാലിനടിയിൽ കൊണ്ടുവരും. എന്തൊക്കെ ഒരു ഡയലോഗാ ജാൻമണി. അർജുൻ വന്നിരുന്നിട്ട് അർജുനോട് സംസാരിച്ചപ്പോ റസ്മിൻ ബായിന്റെ കുറ്റം, റസ്മിൻ ബായി വന്ന് കെട്ടിപ്പിടിച്ചപ്പോ അർജുന്റെ കുറ്റം. ഇന്ന് അവര് ഇമാതിരി എന്താ പറയാ, അവരെന്തോ വലിയ സംഭവം. എന്റെ അച്ഛൻ പിച്ചക്കാരനൊന്നും അല്ല, എനിക്ക് ചായന്റെ വെള്ളം ഉണ്ടാക്കി തരാൻ എന്റെ അച്ഛന് പറ്റുമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും. എന്നാ ഇറങ്ങിയിട്ട് കഷ്ടപ്പെട്ട് ഗതിയായിട്ട് കയറി വരാൻ നിക്കണം അതിനകത്തേക്ക്. ആദ്യം എത്ര ലക്ഷറിയാണ് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയാ പോരെ, അല്ലേ? അതെ, അതങ്ങനെ ഒരു സൈഡിൽ അത് നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലൈക്ക് അതിന് മുമ്പ് അർജുൻ എല്ലാരും കൂടി മറ്റേ ആനയിച്ച് പവർ റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഉണ്ടായത് നമ്മളെ ഏത് നോമിനേഷന് മുന്നേ ഒരു എവിക്ഷൻ അല്ലടി, മറ്റേ ഇതുണ്ടായല്ലോ മുന്നത്തെ പ്രശ്നം പറഞ്ഞിട്ട്, അത് നോമിനേഷന്റെ ടൈമിൽ തന്നെ വന്നത്. എന്താണെങ്കിലും ഗബ്രി ഒന്നിങ്ങനെ കേറി വരാൻ നോക്കി, പഴയ കാര്യം വീണ്ടും എടുത്തിട്ട് പൊന്തി വരുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. അവസാനം അൻസിബിയും ഋഷി ജമ്പനും തുമ്പനും അല്ലേ, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അൻസിബയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇവനെ ഗബ്രീനെ കണ്ടെടുത്താ കണ്ടുകൂടാ. ഗബ്രീന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നെ ചായ ഫൈറ്റ് ഉണ്ടായി. അതിനിടയിൽ യമുന റാണിക്ക് മോഹൻലാൽ വന്നപ്പോ ഒരു കാര്യം മനസ്സിലായി, ലാലേട്ടൻ വന്നിട്ട് അധികം ആക്റ്റീവ് ആവുന്നില്ല. ഈ വീക്കില് അതിന്റെ തിളപ്പ് മക്കളെ എന്നൊക്കെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ പണിയെടുക്കാൻ വന്നതല്ല, ഇവരൊക്കെ വിചാരം എന്താ, ഇവർക്ക് ഇപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല. പവർ റൂമിനകത്തുള്ള ആളുകള് അവർക്ക് പവർ ഉണ്ട്, അവർക്ക് മാറ്റി മറിച്ചും ഒക്കെ ഡ്യൂട്ടീസ് കൊടുക്കാം. പക്ഷെ ഇവരെന്തോ, ഞാൻ സെലിബ്രിറ്റിയാണ് പുറത്ത്, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. ഞാനൊരു അമ്മേന്റെ മറ്റേ വയസ്സുള്ള ഒരാളാണ്, മക്കളെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല, ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കണം. ഈ ഒരു മെന്റാലിറ്റിയാണ് അവിടെ യമുന റാണിക്കുള്ളത്. അതിന് എനിക്ക് തോന്നുന്നു അവിടെ കറക്റ്റ് റസ്മിൻ ബായും നമ്മളെ അർജുനും അത് തികച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, ജാൻമണി പക്ഷെ അങ്ങനെ നേരത്തെ അതെ. പിന്നെ അതിനുശേഷം ഇത് വന്നു, നോമിനേഷൻസ് വന്നു. നോമിനേഷൻ വന്ന സമയത്ത് എല്ലാരും കൂടി അപ്സരേനെ ഡയറക്റ്റ് പവർ ഹൗസ് ചെയ്തു. പിന്നെ വന്നത് നമ്മളെ ഗബ്രി, ജാസ്മിൻ 5-9 വോട്ട്. പിന്നെ അങ്ങനെ 2 ഓപ്പൺ നോമിനേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് എല്ലാം ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിച്ചു. അത് തോന്നുന്നു ആരും ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അങ്ങനെയായിട്ട് പറഞ്ഞു. എനിക്കൊന്ന് അപ്സര മാത്രമാണ്, അപ്സരയും അൻസിബിയും കൃത്യമായിട്ടൊരു കുത്തി പറഞ്ഞു പോയി. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഏറ്റവും ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞിട്ട് പോയത് ജാൻമണിയാണ്. ജാൻമണിക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സോപ്പ് ഇട്ട് സോറിയും പറഞ്ഞ് അടിച്ചു വരുത്തി. അപ്പുറത്ത് പറയണത് വേറെ എന്തോ രീതിയിലാണ്. ഞാൻ വിചാരിച്ച ജാൻമണി നല്ല ഇതാവും വിചാരിച്ചു, അപ്പുറത്തെ ദേഷ്യത്തിന് പറയുന്നില്ല. പക്ഷെ ഇത് അപ്പുറത്ത് പോയിട്ട് കാര്യമായിട്ട് പറയാണ്. ഈ ചായ കൊടുക്കാത്ത കേസ് അപ്പൊ തന്നെ അൻസിബേന്റെ അടുത്തും ഋഷീന്റെ അടുത്തും കൊണ്ട് എത്തിച്ചു കൊടുക്കണ്ടായിരുന്നു. അതിനുശേഷം നോറ സ്ഥിരം, നോറ വീട്ടിൽ നിന്ന് ഡ്രസ്സിന് പകരം ടിഷ്യൂ പെട്ടിന്റെ പേപ്പറുമായിട്ടാ പോകുന്നത്, ടിഷ്യൂ ബോക്സ് ആയിട്ടാ പോകുന്നുണ്ട്. അല്ല, അവർ പറയുന്നതിന് എന്താ തെറ്റ്, കണ്ടസ്റ്റൻസ് പറയുന്നതിന് എന്താ തെറ്റ്? ഒന്നിക്ക് രണ്ടാമതിന് നോറ കരയാണ്.
നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ എല്ലാത്തിനും കരച്ചില്ല. നോറയ്ക്ക് ഒന്നുകിൽ രണ്ടാമത്തേന് പൊരിഞ്ഞ കരച്ചിലാണ്. ഇതെന്നെ പറയാ ആദ്യം മുതലേ എല്ലാരും ഇന്നൊരു ടൈറ്റിൽ വന്നു ഞാൻ കരച്ചിലുകാരിയാണ്. കരയാതിരുന്നാ പിന്നെന്ത് ചെയ്യും? കരഞ്ഞുകൊണ്ടിരുന്നാ പിന്നെ എന്ത് കാട്ടാനാ? അതിനിടയിൽ നിരാഹാര സമരം. ആര്? ജാൻമണി. ചായ കിട്ടാത്തതിന് നിരാഹാര സമരവും. അയ്യോ ഇവരൊക്കെ ഇങ്ങനെ ചെറിയ കാര്യം ഇത് സ്വയം നിരാഹാര സമരം കടന്നിട്ട് ഞാൻ മാസാന്ന് കാണിച്ചിട്ട് ജാൻമണി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞു. എന്താ മറ്റേ ഈ അകത്തമ്മല്ലേ, ഞാനാണ് മെയിൻ എന്ന് പറഞ്ഞിട്ട് ജാൻമണി അങ്ങനെ നടക്കുന്നുണ്ട്. കുറെ പേര് ജാൻമണി ചായ കുടിച്ചില്ലെങ്കിൽ, ജാൻമണി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചുറ്റും കൂടി നിന്നിട്ട് അയ്യോ എന്താ കഴിക്കാത്തേ, കഴിക്കൂ വേണേ കഴിച്ചിട്ട് പോടറേ, കഴിക്കില്ലെങ്കിൽ കഴിക്കണ്ട പോട് പുല്ല് പറയണം. ഇത് അതിന് പകരം കഴിപ്പിക്കാൻ വേണ്ടി അങ്ങനെ നടക്കണം. കാരണം അത് വാശി പിടിച്ച് അവനെ സ്വന്തം കഴിക്കാതിരിക്കല്ലേ. അതിനുശേഷം കുറെ ഫുഡിന്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഫുട്ബോൾ തട്ടേണ്ട പരിപാടി തുടങ്ങി. അങ്ങനെ ഫുട്ബോൾ തട്ടി ഒരു സൈഡിൽ കൂടി പോയി ഫുട്ബോളിന്റെ പരിപാടികളായിട്ട് അങ്ങനെ പോയി. BB+ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. BB+ സീരിയസ് ആയിട്ട് ഉള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോറേന്റെ സ്റ്റോറി പറച്ചിലും ജാസ്മിന്റെ യൂട്യൂബും അങ്ങനെയുള്ള സാധനങ്ങളേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ മെയിനായിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. തൽക്കാലം എനിക്ക് തോന്നി ഈ മിഡ് വീക്ക് ടാസ്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. മാക്സിമം മീറ്റിംഗ്, പവർ റൂം ആളുകൾ, മീറ്റിംഗ്, പവർ റൂം ആവണില്ല. എല്ലാരും ഇന്ന് നമ്മളെ ഇവര് ജാൻമണി ക്യാപ്റ്റൻ ആയപ്പോ പറഞ്ഞ കേട്ടില്ലേ, ഹാപ്പി വീടുണ്ടാക്കണം. അതാണ് പറഞ്ഞില്ലേ ഇപ്പൊ ഹാപ്പി അല്ല നോക്കി ഹെൽ വീടാക്കുന്നത്. അതായത് ജാൻമണീന്റെ ഇത് മാറും. അങ്ങനെ പിന്നെ ചപ്പാത്തി അത് എടുത്തു പറയണം. അവിടെ ജാസ്മിനും ഗബ്രിയും ചപ്പാത്തി ഉണ്ടാക്കിയപ്പോ അൻസിബ, അതാണ് ഞാൻ പറഞ്ഞ അൻസിബ പോയ്സണാണ്. അൻസിബ അതിനിടയിൽ കൂടി ബാക്കി ഇവരോട് ഞാൻ കഴിക്കില്ല കേട്ടോ ഒന്ന്, അതിൽ തുപ്പല് വീണ ചപ്പാത്തി ഞാൻ കഴിക്കില്ല, അവർക്ക് ഹൈജീൻ ഇല്ല, അവർക്ക് വൃത്തിയില്ല, ഞാൻ കഴിക്കില്ല. പിന്നെ ഈ ജാസ്മിന്റെ കുളീന്റെ കേസ് പലരും പറയുന്നുണ്ട്, 2 ദിവസത്തിലൊരിക്കലേ കുളിക്കൂ എന്നൊക്കെ ഉള്ളത്. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുക ഇത്തുവായി? അത് ഹൈജീന്റെ ഭാഗം തന്നെയല്ലേ. ഒരു ഗെയിമിൽ വരുമ്പോ എന്റെ ശീലങ്ങൾ അങ്ങനെയാണ്. ഇപ്പം അൻസിബ നേരത്തെ പറഞ്ഞതിനോട് ഞാൻ സപ്പോർട്ടേ ചെയ്യുള്ളൂ. കാരണം ജാസ്മിനോടുള്ള ദേഷ്യം കൊണ്ട് എന്നുള്ളതല്ല, അതെടുത്തിടുക എന്നുള്ളതന്നെയല്ലേ ഗെയിം. ഞാൻ ഒരു കേസ് ഞാൻ ഒരു കേസ് പറയട്ടെ, അവരവിടെ തുമ്മിയതാണ് അന്ന് ചെയ്തത്, അല്ല മനഃപൂർവ്വം ആരും തുപ്പിയോടെ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യത്തിനാണ്. അതാണ് വിഷം പിടിച്ച ഗെയിം എന്ന് പറഞ്ഞത്, പോയിസൺ ഗെയിമാണത്. അവിടെ ഉള്ള ചെക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ജാസ്മിൻ പറഞ്ഞല്ല, ജാസ്മിൻ തുമ്മി കഴിഞ്ഞിട്ട് ജാസ്മിൻ പറഞ്ഞ കാര്യം ഞാൻ പറയണത്. ജാസ്മിൻ പറഞ്ഞ കേസല്ല ഇവിടെ പറയുന്ന. അൻസിബ ജാസ്മിനെ കുറിച്ച് എടുത്തിട്ട് പറഞ്ഞു. അത് പിന്നെയും ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന പോയിസൺ അല്ലേ? അയ്യോ അത് ഗെയിം, പക്ഷെ അത് പോയിസൺ ഗെയിമാണ്. അതാ ചോദിച്ചാ, പോയിസൺ ഗെയിമാണത്. അത് അവര് കളിക്കുന്നത് പക്കാ പോയിസൺ ഗെയിമാണ്. കാരണം ഇത് പറഞ്ഞത് കേട്ടിട്ട് ഋഷി അന്ന് ചപ്പാത്തി പറഞ്ഞ് ഋഷി ഓർഡർ, അർജുൻ അയ്യോ എന്ന് പറഞ്ഞ അർജുൻ ഓർഡർ. അത് മനസ്സിലാക്കണില്ല അതിനകത്ത് ആ ഒരു അൻസിബന്റെ ഒരു സാധനം. അൻസിബ നൈസായിട്ടാ കളിക്കുന്നത്. അൻസിബ പക്ക പോയിസൺ ആണ്. അൻസിബന്റെ ഗെയിം എന്ന് പറയാ ഗെയിമാണ്, ട്രൂലി ഗെയിമാണ്. പക്ഷെ ആ ഗെയിം ബിഗ് ബോസിന് അടിപൊളിയാണേനും, പക്ഷെ അത് മനസ്സിലാക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. ആളുകളത് മനസ്സിലാക്കിയേ പറ്റൂ. അത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഇന്ന് ഇവിടെ വെച്ചത് പിന്നെയും ഇവർക്ക് തിരിച്ചും വെക്കും. അൻസിബ ക്രൂക്കടാണ്. ഷ്രൂഡെന്ന് അൻസിബ ഗബ്രീനെ പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും ഷ്രൂഡ് അതിനകത്ത് അൻസിബയാണ്. ഭയങ്കര ഷ്രൂഡാണ് അൻസിബ. അൻസിബ അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഗബ്രിയും ജാസ്മിനും മറ്റേ ഡയലോഗ്, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒറ്റയ്ക്കായി, ഈ വീട്ടിൽ നിന്ന് ലാസ്റ്റ് ദിവസം ഇറങ്ങാൻ നേരത്ത് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോ ആ വണ്ടി എന്നൊക്കെ എന്തൊക്കെയായിരുന്നു ലാസ്റ്റ്. അത് നാടകം തന്നെയാണല്ലോ, തെറ്റിപ്പിരിഞ്ഞുള്ള നാടകം, എന്നിട്ട് ഒറ്റയ്ക്ക് കളിക്കുക. എന്താണെങ്കിലും ഞാൻ ചപ്പാത്തി കഴിച്ചോ ഇല്ലേ എന്നുള്ളത് ഇപ്പൊ ലൈവ് ഒക്കെ എടുത്ത് നോക്കണം. അതിനുശേഷം ഞങ്ങൾ ലൈവ് കണ്ടിട്ടില്ല, സമയം ഭയങ്കരമായിട്ട് ലേറ്റ് ആയി പോയി. അപ്പൊ ഓക്കെ ഗൈസ്, നാളെ കാണാം.